ഗസയിലെ ഇസ്രായേൽ അധിനിവേശത്തെ ശക്തമായി അപലപിച്ച് UAE. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഗസയിലെ ജനങ്ങളുടെ നില ഗുരുതരമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കുവൈത്തിൽ ചൂടും ഈർപ്പവും 2 ആഴ്ച തുടരും. ഓഗസ്റ്റ് അവസാനത്തോടെ കാലാവസ്ഥാ മാറ്റം. ഫലസ്തീൻ ജനതയുടെ നിയമാനുസൃത അവകാശങ്ങളുടെ ലംഘനം. ഗസയിൽ സൈനിക അധിനിവേശം ശക്തമാക്കാനുള്ള ഇസ്രായേൽ തീരുമാനത്തെ അപലപിച്ച് ഒമാൻ. 45ാമത് കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര ഖുർആൻ മനപ്പാഠ മത്സരത്തിന് ഇന്ന് തുടക്കം. മക്ക മസ്ജിദുൽ ഹറാമിൽ നടക്കുന്ന മത്സരത്തിൽ 128 രാജ്യങ്ങളിൽ നിന്നുള്ള 179 മത്സരാർത്ഥികൾ പങ്കെടുക്കും. ഖത്തറുമായി സഹകരണം ശക്തിപ്പെടുത്താൻ ആസിയാൻ കൂട്ടായ്മ. അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ സാന്നിധ്യത്തിൽ മലേഷ്യയിൽ നടന്ന 2ാമത് ആസിയാൻ GCC ഉച്ചകോടിയുടെ തുടർച്ചയായാണ് സഹകരണം കൂടുതൽ വ്യാപിപ്പിക്കുന്നത്. ഇറാഖിലെ അർബൈൻ തീർത്ഥാടനത്തിന് പോയ 2 ബഹ്റൈൻ പൗരന്മാർ മരിച്ചു. യാത്രക്കിടെ അവശത അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മരണം. ഇരുവരുടെയും മൃതദേഹങ്ങൾ നജാഫിൽ ഖബറടക്കി.